ഹലോ, ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഓവറായിട്ട് പാക്കേജിങ്, ലോഗോ ഡിസൈൻ, മാർക്കറ്റിംഗ്, ബ്രാൻഡിങ് അങ്ങനെയൊന്നും പറഞ്ഞ് സമയം കളയാനില്ല. പെട്ടെന്ന് എന്തെങ്കിലും ചെറുതായിട്ട് തുടങ്ങണം, അതിൽ നിന്ന് ചെറിയൊരു വരുമാനം എന്ന രീതിയിലാണ് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോണത്. ഈ ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങും പാക്കേജിങ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നല്ല രീതിയിൽ ചെയ്യുന്നവർക്ക്. പെട്ടെന്ന് ചെയ്യണവർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി മാർക്കറ്റിൽ നല്ല രീതിയിൽ വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകൾ, ഓൾറെഡി നല്ല ഡിമാൻഡുള്ള പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് പറയാൻ കാരണം വേറൊന്നുമല്ല, കാരണം പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അധികം ആളുകൾ ഉപയോഗിക്കാത്ത, അതല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ഒക്കെ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇറക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആളുകളെ ഇത് എന്താണെന്ന് നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാൻ ടൈം എടുക്കും. പിന്നെ അത് അവർ വാങ്ങിച്ച് ഇഷ്ടപ്പെട്ട് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഓർഡേഴ്സ് കിട്ടാൻ കാലതാമസവും അതുപോലെ തന്നെ പണവും ചിലവാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരു തുടക്കക്കാരന് അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ വരുമാനം ഉണ്ടാക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് അത് നടക്കുന്ന കാര്യമല്ല. സമയം എടുക്കും, ചിലപ്പോൾ മാസങ്ങൾ എടുക്കും. അറിഞ്ഞും കേട്ടും ഒക്കെ വന്ന് നിങ്ങളുടെ അടുത്ത് നിന്ന് ആ പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴേക്കും അതിന് നല്ലത് മാർക്കറ്റിൽ ഏറ്റവും നല്ല രീതിയിൽ വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ അങ്ങോട്ട് സെലക്ട് ചെയ്യുക. അതാവുമ്പോൾ എന്ന് പറഞ്ഞാൽ കസ്റ്റമറെ ഈ സാധനം എന്താണ്, ഇതിൻ്റെ ഗുണം എന്താണെന്നൊന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, കാരണം അവർക്ക് ഓൾറെഡി അത് അറിയാം. ഉദാഹരണം, ബനാന ചിപ്സ് എല്ലാം ഈ കാറ്റഗറിയിൽ പെട്ടതാണ്. നമുക്കത് എന്താണെന്ന് കസ്റ്റമേഴ്സിനെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇതെങ്ങനെ മേക്ക് ചെയ്യാം എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ ഒരുപാട് റിസോഴ്സുകളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. കാരണം ഇതെല്ലാവരും മേക്ക് ചെയ്യണതുകൊണ്ട് നമുക്ക് അതിൻ്റെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടും. പിന്നെ ഇതിൻ്റെ പാക്കേജിങ് അതും ലോക്കൽ മാർക്കറ്റിൽ ഓൾറെഡി അവൈലബിൾ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു പലരും ഇത് ചെയ്യുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും നല്ല ഡിമാൻഡുള്ള പ്രൊഡക്റ്റിന് നല്ല കോമ്പറ്റീഷനും ഉണ്ടാവും. അത് അങ്ങനെയാണ്. അത് ഏത് മാർക്കറ്റ് നിങ്ങൾ എടുത്തു ചോദിക്കും, നല്ല ഡിമാൻഡുള്ളതിന് നല്ല കോമ്പറ്റീഷനും ഉണ്ടാവും. ചില എക്സെപ്ഷൻസ് ഒക്കെ ഉള്ളൂ. ടെക്നോളജിയിലൊക്കെ ചില എക്സെപ്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ എല്ലാ മാർക്കറ്റിലെ അവസ്ഥ ഇതാ. ഡിമാൻഡ് ഉണ്ടോ അവിടെ കോമ്പറ്റീഷനും ഉണ്ടാവും. അപ്പോൾ ഓവറായിട്ട് നമുക്ക് വില കൂട്ടാനായിട്ട് പറ്റില്ല, ഓവറായിട്ട് നമുക്ക് കുറയ്ക്കാനും പറ്റില്ല. ഒരു ഓവറായിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാഭം പോകും. അപ്പം നിങ്ങളുടെ ലാഭം സെക്യൂർ ചെയ്തുകൊണ്ട് ഒരു കറക്റ്റ് പ്രൈസിൽ, കോമ്പറ്റീറ്റർ വിൽക്കണ പ്രൈസിലോ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു 10 രൂപ കൂട്ടിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ വിൽക്കാം. പക്ഷെ അവിടെ നിങ്ങൾ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം. ഇപ്പോൾ ബനാന ചിപ്സിൻ്റെ ആണെങ്കിൽ ആ പാക്കേജിങ്ങിൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് വലുതാക്കണം. അവർ ചെറിയൊരു സ്റ്റിക്കർ ഒട്ടിക്കണോടത്ത് നിങ്ങൾ ആ പ്ലാസ്റ്റിക് കവർ തന്നെ യൂസ് ചെയ്താൽ മതി. കുറച്ചും കൂടി വലുതായിട്ടുള്ള നല്ല രീതിയിലുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് അത് എടുക്കാൻ കുറച്ച് എന്താ പറയുക, അവർ ഐ ഒന്ന് ക്യാച്ച് ചെയ്യും. ഐ ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അതിനൊന്നും ഒരുപാട് സമയമോ അല്ലെങ്കിൽ പണമോ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഒരു ഫ്ലേവർ ആഡ് ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഇപ്പോൾ എല്ലാവരും ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബനാന ചിപ്സിൽ ഇപ്പോൾ ജസ്റ്റ് ടർമറിക്കും അതുപോലെ തന്നെ സാൾട്ടും, ഇത് രണ്ടുമാണ് അതിൻ്റെ ഒരു മസാല എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ വേണമെങ്കിൽ പെപ്പറും കൂടി ആഡ് ചെയ്ത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവറിൽ വേണമെങ്കിൽ ഇറക്കാം. പെപ്പർ ബനാന ചിപ്സ് എന്നോ എന്തെങ്കിലുമൊക്കെ പേരിട്ട് സാധാരണ ജനറിക് ആയിട്ടുള്ള ബനാന ചിപ്സും വിൽക്കാം, പെപ്പർ ബനാന ചിപ്സ് എന്നുള്ള രീതിയിലും വിറ്റ് ചെറിയൊരു യുണീക്നെസ് ഒക്കെ കൊണ്ടുവന്ന് ആ പാക്കേജിങ്ങിൽ ചെറിയൊരു മാറ്റമൊക്കെ വരുത്തി ഒരുപാട് പണമോ അല്ലെങ്കിൽ സമയം സ്പെൻഡ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓൾറെഡി ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം വിറ്റ് പോകില്ല. പെട്ടെന്ന് തുടങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആഴ്ച വേണമെങ്കിൽ ഈ ആഴ്ച തുടങ്ങാം, നാളെ വേണമെങ്കിൽ നാളെ തുടങ്ങാം എന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഓൺലൈനിലായിട്ടും ചെയ്യാം. ഓൺലൈനിലും നിങ്ങൾക്ക് വീഡിയോസും മറ്റും ക്രിയേറ്റ് ചെയ്ത് ചെയ്യാം. അപ്പോൾ രണ്ട് ചാനലിൽ നിന്നുള്ള സെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഓഫ്ലൈൻ ചാനലായിട്ടുള്ള നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചെറിയൊരു ഷോപ്പ് പോലെ തുടങ്ങുകയാണെങ്കിൽ അങ്ങനെ അതിൽ നിന്നുള്ള വരുമാനം ഉണ്ടാവും. അതുപോലെ തന്നെ ഓൺലൈനിൽ കുറച്ച് ചിലപ്പോൾ ടൈം എടുക്കും, കാരണം നിങ്ങളുടെ വീഡിയോസൊക്കെ ഒന്ന് റീച്ച് ആയിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. രണ്ടും കൂടി തുടക്കത്തിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ചെയ്യുക, ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഈസി ആയിട്ട് തന്നെ തുടങ്ങാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നത്തേക്ക് വെക്കുക. അതായത് ലോഗോ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യുക, അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുക. പാക്കേജിങ് കുറച്ചും കൂടി ബെറ്റർ ആക്കുക. അത് കുറച്ച് സെയിലൊക്കെ വന്ന് ആ ബിസിനസ്സിൽ നിന്ന് ഇൻകം കിട്ടിയിട്ട് നിങ്ങളുടെ നിലവിലെ സേവിങ്സ് എടുക്കാതെ ആ ബിസിനസ്സിൽ നിന്ന് ഇൻകം വന്നതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്ത് ചെയ്യാവുന്നേ ഉള്ളൂ. ലോഗോ ഡിസൈനും പാക്കേജിങ്ങും ഒക്കെ കുറച്ചും കൂടി ബെറ്റർ ആക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ പെട്ടെന്ന് തുടങ്ങാൻ പറ്റിയിട്ടുള്ള ഇത്. കാരണം ഓൾറെഡി ഒരുപാട് പേര് ചെയ്യാനുണ്ട്. അധികം പ്രൈസ് ഒന്നും കൂട്ടാൻ പറ്റില്ലെങ്കിലും പെട്ടെന്ന് വിറ്റ് പോകണം. വോളിയത്തിലാണ് ഇവിടെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടാർഗറ്റ്. ഹൈ വോളിയം ലോ പ്രോഫിറ്റ് ആണ് ഇതിൻ്റെ മെയിൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ. നല്ല വോളിയത്തിൽ പെട്ടെന്ന് വിറ്റഴിച്ച് പോകണം. ചെറിയ ലാഭം എടുത്താലും എണ്ണം ഒരുപാട് പോകുന്നതുകൊണ്ട് നമുക്ക് തരക്കേടില്ലാത്ത വരുമാനം ഉണ്ടാവും. പ്രീമിയം സെഗ്മെന്റ് അല്ല, ലോ വോളിയം ഹൈ പ്രോഫിറ്റ് എന്നുള്ള സെഗ്മെന്റ് അല്ല, ഹൈ വോളിയം ലോ പ്രോഫിറ്റ് ആണ് ഇവിടെ വരുന്നത്. പെട്ടെന്ന് വിറ്റഴിക്കുക, ചെറിയ ലാഭം എടുത്ത് പെട്ടെന്ന്
വിറ്റഴിക്കുക, ചെറിയ ലാഭം മാത്രം എടുക്കുക എന്നുള്ളതാണ്. ഈ പെട്ടെന്ന് സാധനം വിറ്റ് പോകണമെങ്കിൽ വില കുറവായിരിക്കണം, പ്ലസ് അതിന് ഡിമാൻഡും ഉണ്ടായിരിക്കണം. ഇത് രണ്ടുമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ തുടങ്ങുന്നവർക്ക് തുടങ്ങാം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, ബനാന ചിപ്സ് അതിൽ പെട്ടാണ്. അങ്ങനെ പല പല പ്രൊഡക്റ്റുകളും ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഏരിയയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന സംഗതി എന്താണെന്നൊക്കെ പഠിച്ച് അത് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ, പെട്ടെന്ന് തുടങ്ങണമെന്നുള്ളവർക്ക്. എന്നിട്ട് പതുക്കെ 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 എക്സ്പാൻഡ് ചെയ്ത് വരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റ് ബിസിനസ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും.